ഗുഡ് മോർണിംഗ്. പിന്നെ കർക്കിടക വന്ന് രാവിലെ അമ്പലത്തിലൊക്കെ പോയി വന്ന് മരുന്ന് കഴിഞ്ഞ് കാണിക്കാം ഇന്നത്തെ വീഡിയോ. എല്ലാവരും വീഡിയോ കാണണേ. കറണ്ടൊന്നുമില്ല. അപ്പോൾ വിളക്കൊക്കെ കത്തിച്ച് വെച്ചിട്ടുണ്ട്. ഗോതമ്പൊടി വെച്ച് വിളക്കുണ്ടാക്കിയേക്കണം കേട്ടോ. ഗോതമ്പൊടി, മഞ്ഞൾപ്പൊടി, ഇച്ചിരി കുങ്കുമവും കൂടെ മിക്സ് ചെയ്തിട്ട് വിളക്കുണ്ടാക്കിയിട്ട് കുഞ്ഞു വിളക്ക് എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനത് ഇങ്ങനെ ചെയ്യാൻ നോക്കി. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഉലുവക്കഞ്ഞിക്ക് ചേർത്തേക്കുന്ന സാധനങ്ങൾ ഞവരരി, പിന്നെ നല്ല ജീരകം, ഉലുവ, ആശാളി, പിന്നെ ശർക്കര, ഏലക്ക, ഇത്രയും വെച്ചിട്ട് നമ്മൾ വേവിച്ച് വെച്ചേക്കാം കേട്ടോ. ഒരുപാട് ശർക്കര ഇടരുത്. അളവ് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് ഒരു വീട്ടിൽ എത്ര പേരുണ്ടോ അവർക്കൊക്കെ കുടിക്കാം. അപ്പോൾ ഇത് കുടിക്കുമ്പോൾ നമ്മൾ ഒരു നേരത്തെ ഭക്ഷണം മാറ്റിയിട്ട് വേണം കഴിക്കാൻ കേട്ടോ. രാവിലെ ആണെങ്കിൽ രാവിലെ കഴിക്കാം, രാത്രി ആണെങ്കിൽ രാത്രി. നടുവേനക്കും കാലുവേനക്കും നല്ലതാണ് കേട്ടോ. ഞാൻ എല്ലാ ഭക്ഷണവും ചെയ്ത് കഴിക്കാറുണ്ട്. പിന്നെ ഞാൻ ഇതിൽ ചേർക്കുന്നത് പശുവും പാലാണ് കേട്ടോ. അപ്പം ഇതിൽ തന്നെ ഇങ്ങോട്ട് വയ്ക്കാം. പശുവും പാൽ കാച്ചി വെച്ചേക്കാണ്. ഇത്തിരി നെയ്യൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചേക്കുന്നത്. നെയ്യ് കുറച്ചും കൂടി സ്പൂണിലുണ്ട്. പക്ഷെ എല്ലാവരും ഒരു പിഞ്ച് ഉപ്പ് ചേർക്കും. ഞാൻ ഇങ്ങനെ ചേർക്കാറില്ല കേട്ടോ. അപ്പം എൻ്റെ കഞ്ഞി റെഡിയായി. പശുപാൽ ഇവിടെ കിട്ടും. അപ്പം പശുപാലാണ് ചേർക്കുന്നത് കേട്ടോ. നമുക്ക് ഉലുവക്കഞ്ഞി ഒരു 3 പേർക്ക് കുടിക്കാനുള്ളതാണ് ഞാൻ റെഡിയാക്കി വെക്കണത്. ഈ വിളക്ക് സ്പെഷ്യലാണ് കേട്ടോ. വിളക്ക് നമ്മുടെ ആ ഗോതമ്പൊടി വെച്ച് എല്ലാവരും ഇതുപോലെ ചെയ്തോട്ടോ. തൃക്കാർത്തികൊക്കെ കത്തിക്കണമെങ്കിൽ വിളക്കൊന്ന് കുഞ്ഞു വിളക്കില്ലാത്തവർക്കൊക്കെ ഇതാണ് ഇന്നത്തെ വീഡിയോ. ഇതാണ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ. അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ.